ദാമ്പത്യം, കുട്ടികളെ പരിപാലിക്കൽ ഇതിലൊന്നും താല്പര്യമില്ലെന്ന് പുതുതലമുറ. യുവതീ യുവാക്കൾക്ക് വിവാഹ ജീവിതത്തിനോട് താല്പര്യമില്ല. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR. പുതുതലമുറയിലെ യുവതീ യുവാക്കൾക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ലെന്ന പുതിയ പഠനം പുറത്തു വന്നിരിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടും, പിന്നെ കുട്ടികളെ പരിപാലിക്കണം, അവരുടെ പഠനം ശ്രദ്ധിക്കണം, ദാമ്പത്യം മുൻപോട്ട് കൊണ്ടുപോകണം, മാത്രമല്ല ഗർഭധാരണം, പ്രസവം എല്ലാം കൊണ്ടും ഇതൊരു ബാധ്യതയാവുന്നുവെന്നാണ് പുതുതലമുറ അഭിപ്രായപ്പെടുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ജപ്പാനിലാണ്. അതും ലോകത്തിലെ ഏറ്റവും വികസിതമായ ജപ്പാനിൽ. അവിടെയുള്ള യുവതലമുറയ്ക്കാണ് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ലാത്തത്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം, ജീവിതം കഴിയുന്നത്ര ആസ്വദിക്കുക, ആരോടും ഒരു ഉത്തരവാദിത്വവുമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കണം. എങ്ങനെയുണ്ട് ജപ്പാനിലെ പുതുതലമുറയുടെ ചിന്താഗതി? എന്നാൽ ജപ്പാനിലെ ജനസംഖ്യ കേവലം 12.4 കോടി മാത്രമാണെന്ന് മനസ്സിലാക്കണം. 100 വയസ്സ് കഴിഞ്ഞവർ 0.81% മാത്രം. അവിടെ ഏറ്റവും പ്രായം കൂടിയ വനിതയായ ഷിഗക്കോ കഗാവ എന്ന സ്ത്രീക്ക് 114 വയസ്സും ഏറ്റവും പ്രായം കൂടിയ പുരുഷന് 111 വയസ്സുമാണ്. കിയോട്ടക മിസുനോ ആണ് പ്രായം കൂടിയ ആ പുരുഷൻ. യുവതലമുറയുടെ ഇത്തരം തലതിരിഞ്ഞ ചിന്താഗതി കാരണം ജപ്പാനിലെ വീടുകളിൽ വൃദ്ധരായവർ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നു. വിവാഹ ജീവിതം വേണ്ടെന്ന് വയ്ക്കുന്നത് മൂലം വൃദ്ധരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഒറ്റപ്പെട്ട് കഴിയുന്ന വീടുകളിലെ വൃദ്ധരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും പുറം ലോകം അറിയുന്നത് തന്നെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ്. എന്തായാലും യുവതലമുറയുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാവട്ടെ. ദാമ്പത്യവും കുട്ടികളെ പരിപാലിക്കലുമെല്ലാം അടുത്ത തലമുറയെ സൃഷ്ടിക്കലിന്റെ ഭാഗമാണ്. കുടുംബജീവിതം കെട്ടുറപ്പുള്ളതാകുമ്പോഴാണ് ഒരു നല്ല സമൂഹം നിർമ്മിക്കാനാവുക. പരസ്പര സ്നേഹവും സാഹോദര്യവും കോർത്തിണക്കുമ്പോഴാണ് ഭൂമി സ്വർഗമാവുക.